ആദ്യം തന്നെ 3 മുട്ട വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി ആവേണ്ട സമയമാകുമ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടും. മുട്ട തിളപ്പിക്കുമ്പോൾ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാം. ഇന്ന് നമ്മൾ വയ്ക്കുന്ന മുട്ടക്കറി ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മുട്ടക്കറിയാണ്. മുട്ട ഇവിടെ വെന്ത് വരുമ്പോഴേക്കും നൂലപ്പം ഉണ്ടാക്കാം. ഞാൻ ആദ്യം തന്നെ നൂലപ്പം ഉണ്ടാക്കി വെക്കും, അതിന് ശേഷമാണ് കറി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നൂലപ്പത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നൂലപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് 1 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. ഇത് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മാവിനൊരു സോഫ്റ്റ്നെസ് കിട്ടും. ചില ആൾക്കാർ ഈ ഉണ്ടാക്കുന്ന നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അതിനകത്ത് എണ്ണ പുരട്ടുന്ന കണ്ടുണ്ട്. ഇങ്ങനെ മാവിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ എല്ലാ പൊടിയുമേയും നന്നായിട്ട് മിക്സായി വരണം, ഈ ഉപ്പും നമ്മുടെ നെയ്യും കൂടിയിട്ട്. ട്രഡീഷണൽ രീതിയിലാണ് ഞാൻ നൂലപ്പം തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 2.25 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ച ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. യൂട്യൂബിൽ വളരെ ഈസി ആയിട്ട് നൂലപ്പം ഉണ്ടാക്കാനുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് മൂടി വെക്കുകയാണ് ചൂടാറാനായിട്ട്. ആ സമയം കൊണ്ട് ഇവിടെ ഒരു സബോള, ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തക്കാളി, ഒരു 8 പച്ചമുളക് ഇതും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്, വല്ലാണ്ട് തണുത്ത് പോകരുത്. അപ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലിനി വേറെ നമ്മൾ എണ്ണ പുരട്ട് ഒന്നും ചെയ്യേണ്ട. ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് നൂലപ്പം നമുക്ക് പിഴിഞ്ഞിടാം. ചെറു ചൂടോട് കൂടിയിട്ട് പിഴിഞ്ഞിടുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത മാവ് തണുത്ത് പോയാൽ 1 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് 10 മിനിറ്റ് ആവി കൊള്ളിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. ട്രഡീഷണലായി തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഈ മുട്ടക്കറിയും നമ്മൾ വളരെ ട്രഡീഷണലായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതിടുക. അതിൻ്റെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ച് സബോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറി വന്ന ശേഷം തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം അലിഞ്ഞ് ഇതുപോലെ അലിഞ്ഞ് ചേരണം. ഇനി അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് 2ാം പാലും 3ാം പാലും കൂടിയിട്ടാണ് 1.5 കപ്പ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് തിളച്ച് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മുട്ടയുടെ തോല് പൊളിച്ചെടുക്കാം. കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് ഇതൊരു 5 മിനിറ്റ് നേരം കൂടെ തിളപ്പിക്കണം. ഈ ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങയുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള മുട്ടക്കറി റെഡിയായി. നൂലപ്പത്തിൻ്റെ ഒപ്പം ഏറ്റവും നല്ല കോമ്പിനേഷൻ മുട്ടക്കറി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ പഞ്ചസാരയിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ട്രഡീഷണൽ രീതിയിലുള്ള നൂലപ്പവും മുട്ടക്കറിയും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യൂ.